ഡിയർ ഫ്രണ്ട്സ്, നീനാസ് PSC പോയിൻറ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള നവോത്ഥാനം എന്ന സീരീസിൽ ഇന്ന് നമ്മൾ ആദ്യം പഠിക്കുന്നത് നിർഭയനും സത്യസന്ധനുമായ മാധ്യമപ്രവർത്തകൻ, വിദ്യാഭ്യാസ ചിന്തകൻ, സാമൂഹ്യ പരിഷ്കർത്താവ് എന്നീ നിലകളിൽ ശ്രദ്ധേയനായ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച്. ആദ്യത്തെ ചോദ്യം: സാമൂഹ്യമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. ഇത് ആരുടെ വാക്കുകളാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞതാണ്, സാമൂഹ്യമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ സംബന്ധമായ മറ്റു ചില വചനങ്ങൾ കൂടി ശ്രദ്ധിക്കുക. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകുകയുള്ളൂ. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓർക്കുക, കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ പിതാവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ളവയാണ് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു, സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു, ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിലൂന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു, വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു എന്നിവ. എന്നാൽ ചില മതപുരോഹിതന്മാർ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടാതെ കാഫിർ എന്നും വഹാബി എന്നും അദ്ദേഹത്തെ മുദ്രകുത്തിയിട്ടുണ്ട്. 2023 ഡിസംബറിൽ 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെട്ട നവോത്ഥാന നായകനായി. 2023 ഡിസംബറിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ 150-ാം ജന്മവാർഷികമായിരുന്നു. 1873 ഡിസംബർ 28-നായിരുന്നു വക്കം മൗലവിയുടെ ജനനം. 150-ാം ജന്മവാർഷിക ദിനം 2023 ഡിസംബർ 28. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ജന്മസ്ഥലം ഏത്? ചിറയൻകീഴ് താലൂക്കിലെ വക്കം ആണ് അബ്ദുൽ ഖാദർ മൗലവിയുടെ ജന്മദേശം. പേരിൽ തന്നെ വക്കം ഉണ്ട്, ഓർമ്മിക്കാൻ എളുപ്പമാണ്. താലൂക്ക് ചിറയിൻകീഴ്, ജില്ല തിരുവനന്തപുരം. സ്വദേശാഭിമാനി പത്രവുമായി ബന്ധപ്പെട്ടവയാണ് അടുത്ത 6 ചോദ്യങ്ങൾ. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ അഥവാ ഉടമ വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി സ്ഥാപകൻ വക്കം മൗലവി. സ്വദേശാഭിമാനി പത്രം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്? ഏതു വർഷം? സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങ്. വർഷം 1905 ജനുവരി 19. സ്വദേശാഭിമാനി പ്രതിവാര പത്രമായി ആദ്യം പുറത്തു വന്നത് അഞ്ചുതെങ്ങിൽ നിന്നായിരുന്നു 1905. 1906 പത്രത്തിൻ്റെ പ്രസിദ്ധീകരണം വക്കത്തേക്കും 1907 തിരുവനന്തപുരത്തേക്കും മാറ്റി. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആപ്തവാക്യമാണ് ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ. സ്വദേശാഭിമാനിയുടെ ആപ്തവാക്യം ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ. വിദേശ വാർത്തകൾക്ക് വേണ്ടി റോയിറ്റേഴ്സ് ന്യൂസ് ഏജൻസിയുമായി ബന്ധം വെച്ച ആദ്യത്തെ മലയാള പത്രമാണ് സ്വദേശാഭിമാനി. വിദേശ വാർത്തകൾക്ക് വേണ്ടി റോയിറ്റേഴ്സ് ന്യൂസ് ഏജൻസിയുമായി ബന്ധമുണ്ടാക്കിയ ആദ്യത്തെ മലയാള പത്രം സ്വദേശാഭിമാനി. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യത്തെ പത്രാധിപർ ആര്? രണ്ടാമത്തെ പത്രാധിപർ ആര്? 1905 സ്വദേശാഭിമാനി പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ സമയത്തെ പത്രാധിപർ CP ഗോവിന്ദപിള്ള. സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ CP ഗോവിന്ദപിള്ള.
സ്വദേശാഭിമാനിയിൽ ചാർജ് എടുക്കുന്നതിന് മുമ്പ് CP ഗോവിന്ദപിള്ള കേരള പഞ്ചിക എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു. CP ഗോവിന്ദപിള്ളയ്ക്ക് ശേഷം രണ്ടാമതായി എത്തിയ പത്രാധിപരാണ് K രാമകൃഷ്ണപിള്ള. K രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രാധിപരായ വർഷം 1906. സ്വദേശാഭിമാനി പത്രം അടച്ചുപൂട്ടിയ വർഷം ഏത്? 1910 സെപ്റ്റംബർ 26. 1910 സെപ്റ്റംബർ 26 തിരുവിതാംകൂർ ഗവൺമെൻറ് സ്വദേശാഭിമാനി പത്രം നിരോധിച്ചു. പ്രസ്സും ഉപകരണങ്ങളും കണ്ടുകെട്ടി. പത്രാധിപർ K രാമകൃഷ്ണപിള്ളയെ നാടുകടത്തി. 1910 സർക്കാർ കണ്ടുകെട്ടിയ സ്വദേശാഭിമാനി പ്രസ് 1958 ആദ്യത്തെ EMS ഗവൺമെൻറ്റാണ് വക്കം മൗലവിയുടെ അവകാശികൾക്ക് തിരിച്ചു നൽകിയത്. എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്ന് പറഞ്ഞതാര്? എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്ന് പറഞ്ഞത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പ്രസ്സും ഉപകരണങ്ങളും കണ്ടുകെട്ടി പത്രാധിപർ K രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയപ്പോൾ സ്വദേശാഭിമാനിയുടെ സ്ഥാപകനായ വക്കം മൗലവി പറഞ്ഞതാണ്, എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന്. അടുത്തത് സ്വദേശാഭിമാനി പത്രത്തെപ്പറ്റി പ്രസ്താവന രീതിയിലുള്ള ഒരു ചോദ്യം. സ്വദേശാഭിമാനി പത്രത്തെപ്പറ്റി ഏതാനും വിവരങ്ങൾ ചുവടെ നൽകുന്നു. 1. വക്കം മൗലവിയാണ് പത്രം സ്ഥാപിച്ചത്. 2. 1905 പത്രത്തിൻ്റെ പ്രസിദ്ധീകരണം തുടങ്ങിയത്. 5 തെങ്ങിൽ നിന്നായിരുന്നു പത്രത്തിൻ്റെ പ്രസിദ്ധീകരണം. 4. CP ഗോവിന്ദപിള്ളയായിരുന്നു ആദ്യ പത്രാധിപർ. ഓപ്ഷൻസ്: A എല്ലാം ശരിയാണ്, B 1, 2, 3 മാത്രം ശരി, C 2, 3, 4 മാത്രം ശരി, D 1, 3, 4 മാത്രം ശരി. ഇവിടെ ഉത്തരം ഓപ്ഷൻ A എല്ലാം ശരിയാണ്. സ്വദേശാഭിമാനി സ്ഥാപിച്ചത് വക്കം മൗലവി, തുടങ്ങിയത് 1905, 5 തെങ്ങിൽ നിന്ന് പ്രസിദ്ധീകരണം, ആദ്യ പത്രാധിപർ CP ഗോവിന്ദപിള്ള, ഇവയെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതല്ലാത്ത പ്രസിദ്ധീകരണം ഏത്? ഓപ്ഷൻസ്: A അൽ ഇസ്ലാം, B അൽ അമീൻ, C മുസ്ലിം, D ദീപിക. അൽ ഇസ്ലാം, അൽ അമീൻ, മുസ്ലിം, ദീപിക. ഇവയിൽ വക്കം മൗലവിയുടേതല്ലാത്തത് അൽ അമീനാണ്. അൽ അമീൻ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ പത്രമാണ്. മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക എന്നിവ വക്കം മൗലവിയുടെ പ്രസിദ്ധീകരണങ്ങളാണ്. അൽ ഇസ്ലാം എന്നത് അറബി മലയാളം മാസികയാണ് എന്ന് പ്രത്യേകം ഓർക്കുക. അൽ ഇസ്ലാം ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അല്ലിലെ A അറബി എന്നും ഇസ്ലാമിലെ അവസാന അക്ഷരം M മലയാളം എന്ന് ഓർത്ത് അൽ ഇസ്ലാം അറബി മലയാളം മാസികയാണെന്ന് ഓർക്കാൻ ശ്രമിക്കുക. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രധാന കൃതികൾ ഏവ? ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം, ദൗ ഉസ്വബാഹ് എന്നിവ വക്കം മൗലവിയുടെ പ്രധാന കൃതികളാണ്. ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം, ദൗ ഉസ്വബാഹ് എന്നിവ പ്രധാന കൃതികൾ. ദൗ ഉസ്വബാഹ് എന്നതിൻ്റെ അർത്ഥം പുലർവെളിച്ചം എന്നാണ്. ഖുറാൻ ആദ്യമായി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? ഖുറാൻ ആദ്യമായി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് അബ്ദുൽ ഖാദർ മൗലവി. 1931 വക്കം മൗലവി ആരംഭിച്ച ദീപിക മാസികയിലാണ് ഖുറാൻ പരിഭാഷ ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി രൂപീകരിച്ച പ്രധാനപ്പെട്ട സംഘടനകൾ ഏവ? ലജ്നത്തുൽ മുഹമ്മദിയ്യ അസോസിയേഷൻ, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, മുസ്ലിം ഐക്യസംഘം, ഇസ്ലാം ധർമ്മപരിപാലന സമാജം, ചെറിയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം, ധർമ്മപോഷിണി സഭ എന്നിവ വക്കം മൗലവി രൂപീകരിച്ച സംഘടനകളാണ്.
ലജ്നത്തുൽ മുഹമ്മദീയ അസോസിയേഷൻ്റെ ആസ്ഥാനം ആലപ്പുഴ. മുസ്ലിം ഐക്യസംഘം കൊടുങ്ങല്ലൂർ. ഇസ്ലാം ധർമ്മപരിപാലന സമാജം നിലയ്ക്കാമുക്ക്. ധർമ്മപോഷിണി സഭ കൊല്ലം. ധർമ്മപോഷിണി സഭ എന്ന് കേൾക്കുമ്പോൾ വക്കം മൗലവിയുടേതാണോ എന്ന് സംശയം തോന്നാം. കാരണം മറ്റെല്ലാ സംഘടനകളുടെ പേരിലും മുസ്ലിം, ഇസ്ലാം തുടങ്ങിയ വാക്കുകളുണ്ട്. പക്ഷേ ധർമ്മപോഷിണി സഭ വക്കം മൗലവിയുടേതാണെന്ന് തീർച്ചയായും ഓർക്കുക. 1931 ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചതാര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച പ്രസിദ്ധീകരണ സ്ഥാപനമാണ് ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ്. ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് വക്കം മൗലവിയുടെ പ്രസിദ്ധീകരണ സ്ഥാപനം. തിരുവിതാംകൂർ സർക്കാരിൻ്റെ മുസ്ലിം ബോർഡ് ചെയർമാനായി പ്രവർത്തിച്ച നവോത്ഥാന നായകനാര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ മുസ്ലിം ബോർഡ് ചെയർമാൻ ആയി പ്രവർത്തിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി പ്രസ്താവന രീതിയിലുള്ള ഒരു ചോദ്യം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻസ്: എ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ സ്വാധീന ഫലമായി ആലപ്പുഴയിൽ സ്ഥാപിതമായ സംഘടനയാണ് ലജ്നത്തുൽ മുഹമ്മദീയ സംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ സ്വാധീന ഫലമായി ആലപ്പുഴയിൽ സ്ഥാപിതമായ സംഘടനയാണ് ലജ്നത്തുൽ മുഹമ്മദീയ സംഘം. ബി, സാമൂഹിക പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സാമൂഹ്യ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സി, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ വക്കം മൗലവിയാണ്. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ വക്കം മൗലവി. ഡി, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ വക്കം മൗലവി ആയിരുന്നു. ഇതിൽ തെറ്റായ പ്രസ്താവന നമുക്കെല്ലാം അറിയാം, ഡി ആണ്. സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ വക്കം മൗലവി അല്ല. CP ഗോവിന്ദപിള്ളയാണ് സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ. അടുത്തത്, അനീതിക്കെതിരെ തൂലിക പടവാളാക്കിയ ധീരപത്രപ്രവർത്തകൻ കെ രാമകൃഷ്ണപിള്ള. കെ രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായ വർഷം ഏത്? കെ രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനിയുടെ പത്രാധിപരായ വർഷം 1906 ജനുവരി 17. 1905 സ്വദേശാഭിമാനി തുടങ്ങിയ കാലത്തെ പത്രാധിപർ CP ഗോവിന്ദപിള്ള. CP ഗോവിന്ദപിള്ളയ്ക്ക് ശേഷം 1906 രണ്ടാമതായി വന്ന പത്രാധിപർ കെ രാമകൃഷ്ണപിള്ള. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന പത്രാധിപർ ആര്? കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന പത്രാധിപർ കെ രാമകൃഷ്ണപിള്ള. 1905 കെ രാമകൃഷ്ണപിള്ള ആരംഭിച്ച് പത്രാധിപരായ മാസികയുടെ പേരും കേരളൻ എന്നാണ്. കെ രാമകൃഷ്ണപിള്ള പത്രാധിപരായ മറ്റു ചില മാസികകളാണ് കേരള ദർപ്പണം, കേരള പഞ്ചിക, മലയാളി, വിദ്യാർത്ഥി എന്നിവ. മലയാളിയിൽ പത്രാധിപരായിരിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണത്തെയും ദിവാനെയും വിമർശിക്കാൻ വേണ്ടി ഉപയോഗിച്ച തൂലികാനാമമാണ് കേരളൻ. കേരളൻ കെ രാമകൃഷ്ണപിള്ളയുടെ തൂലികാനാമം. വനിതകളുടെ ഉന്നമനത്തിനു വേണ്ടി കെ രാമകൃഷ്ണപിള്ള ആരംഭിച്ച വനിതാ മാസിക ഏത്? ശാരദ. കെ രാമകൃഷ്ണപിള്ള ആരംഭിച്ച വനിതാ മാസിക ശാരദ. ശാരദയുടെ പത്രാധിപർ കെ രാമകൃഷ്ണപിള്ളയുടെ ഭാര്യ ബി കല്യാണി അമ്മ. 1,00,000 രൂപ എന്ന ലേഖനം ഏത് പത്രത്തിൽ വന്നതാണ്? സ്വദേശാഭിമാനി പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനമാണ് 1,00,000 രൂപ. ശ്രീമൂലം തിരുനാളിൻ്റെയും ദിവാൻ പി രാജഗോപാലാചാര്യയുടെയും കാലത്തെ അഴിമതി സംബന്ധമായ ലേഖനമാണ് 1,00,000 രൂപ. ഇത് പ്രസിദ്ധീകരിച്ച പത്രം സ്വദേശാഭിമാനി. ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാനത് റിപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞ വിഖ്യാത പത്രപ്രവർത്തകനാര്?
സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ വാക്കുകളാണ്: ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാനത് റിപ്പോർട്ട് ചെയ്യും. തിരുവിതാംകൂർ രാജഭരണത്തിലെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്തു കൊണ്ടുവന്ന കെ രാമകൃഷ്ണപിള്ളയുടെ വാക്കുകൾ: ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാനത് റിപ്പോർട്ട് ചെയ്യും. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നാടുകടത്തപ്പെട്ട വർഷം ഏത്? 1910 സെപ്റ്റംബർ 26. സ്വദേശാഭിമാനി പത്രം നിരോധിക്കുകയും പ്രസ് കണ്ടുകെട്ടി പത്രാധിപർ കെ രാമകൃഷ്ണപിള്ളയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത ദിവസം 1910 സെപ്റ്റംബർ 26. തുടർന്ന് രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ സ്ഥലം തിരുനെൽവേലി, തമിഴ്നാട്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നാടുകടത്തപ്പെട്ട കാലത്ത് തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? ദിവാൻ പി രാജഗോപാലാചാരി. പി രാജഗോപാലാചാരിയുടെ അഴിമതിയെയും സ്വഭാവദൂഷ്യത്തെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചതാണ് പ്രധാനമായും നാടുകടത്തലിന് കാരണമായത്. അക്കാലത്ത് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നതെവിടെ? കണ്ണൂർ നഗരത്തിലെ പയ്യാമ്പലം ബീച്ചിലാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം. 1916 മാർച്ച് 28 38-ാം വയസ്സിലായിരുന്നു രാമകൃഷ്ണപിള്ളയുടെ മരണം. ഭാര്യ ബി കല്യാണി അമ്മ അധ്യാപികയായി അന്ന് കണ്ണൂരിലായിരുന്നു. രാമകൃഷ്ണപിള്ളയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത സ്ഥലം പയ്യാമ്പലം ബീച്ച്, കണ്ണൂർ. അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ: ജന്മസ്ഥലമായ നെയ്യാറ്റിൻകര, ശവകുടീരം സ്ഥിതി ചെയ്യുന്ന പയ്യാമ്പലം ബീച്ച്, കണ്ണൂർ. കെ രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലം പാളയം, തിരുവനന്തപുരം. പ്രതിമ അനാച്ഛാദനം ചെയ്തത് അന്നത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേരെന്ത്? എൻ്റെ നാടുകടത്തൽ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ആത്മകഥ എന്നറിയപ്പെടുന്നത് കെ രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയായ എൻ്റെ നാടുകടത്തൽ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെക്കുറിച്ച് ഭാര്യ ബി കല്യാണിയമ്മ രചിച്ച ജീവചരിത്ര ഗ്രന്ഥം ഏത്? വ്യാഴവട്ട സ്മരണകൾ. 1904 മുതൽ 1916 വരെ കെ രാമകൃഷ്ണപിള്ളയുമൊത്തുള്ള 12 വർഷക്കാല ജീവിത ചരിത്രമാണ് ബി കല്യാണി അമ്മയുടെ വ്യാഴവട്ട സ്മരണകൾ. പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന മലയാളത്തിലെ ആദ്യത്തെ പുസ്തകം ഏത്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എഴുതിയ വൃത്താന്ത പത്രപ്രവർത്തനം ആണ് പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി വൃത്താന്ത പത്രപ്രവർത്തനം. രചന കെ രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ മറ്റു പ്രധാന കൃതികൾ ഏതൊക്കെ? കാൾ മാർക്സ്, മോഹൻദാസ് ഗാന്ധി, സോക്രട്ടീസ്, ബാലാകലേശ നിരൂപണം, കേരള ഭാഷോൽപ്പത്തി, നരകത്തിൽ നിന്ന് നിഴലുകൾ എന്നിവ രാമകൃഷ്ണപിള്ളയുടെ പ്രധാന കൃതികളാണ്. കാൾ മാർക്സ്, മോഹൻദാസ് ഗാന്ധി എന്നിവരെക്കുറിച്ചുള്ള ജീവചരിത്രങ്ങൾ ആദ്യമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കെ രാമകൃഷ്ണപിള്ളയാണ്. പണ്ഡിറ്റ് കെ പി കറുപ്പൻ എഴുതിയ ബാലാകലേശം എന്ന നാടകത്തെ ശക്തമായി വിമർശിക്കുന്ന കൃതിയാണ് ബാലാകലേശ നിരൂപണം. നിഴലുകൾ രാമകൃഷ്ണപിള്ള രചിച്ച നാടകമാണ്. അടുത്തത് പ്രമുഖ പത്രാധിപരും നവോത്ഥാന നായകനുമായ സി വി കുഞ്ഞിരാമൻ. കേരള കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ഏതു വർഷമാണ് കേരള കൗമുദി ആദ്യമായി പുറത്തിറങ്ങിയത്? കേരള കൗമുദി പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ സ്ഥലം ഏത്? ഈ 3 ചോദ്യങ്ങളും PSC മുൻപ് ചോദിച്ചതാണ്. കേരള കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകൻ സി വി കുഞ്ഞിരാമൻ. സ്ഥാപിച്ച വർഷം 1911. പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം മയ്യനാട്, കൊല്ലം ജില്ല. 1911 മയ്യനാട് നിന്ന്
പ്രസിദ്ധീകരണം ആരംഭിച്ച കേരള കൗമുദിയുടെ സ്ഥാപകൻ CV കുഞ്ഞിരാമൻ. ഈഴവ കൗമുദി എന്നറിയപ്പെട്ട പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ഈഴവ കൗമുദി എന്ന് വിളിക്കപ്പെടുന്ന പത്രം കേരള കൗമുദിയാണ്. ഈഴവ കൗമുദിയുടെ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചാൽ CV കുഞ്ഞിരാമൻ. SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായും CV കുഞ്ഞിരാമൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ ആദ്യമായി പ്രചരിപ്പിച്ച പത്രം ഏത്? കേരള കൗമുദി. ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ നല്ല നിലയിൽ പ്രചരിപ്പിച്ച പത്രമാണ് കേരള കൗമുദി. ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ ആദ്യമായി പ്രചരിപ്പിച്ച പത്രം കേരള കൗമുദി. ഈഴവ കൗമുദി എന്നറിയപ്പെട്ട പത്രം കേരള കൗമുദി. അഭിപ്രായം ഇരുമ്പുലക്കിയല്ല എന്ന പ്രയോഗം ആരുടേതാണ്? CV കുഞ്ഞിരാമൻ. ഒരിക്കൽ പറഞ്ഞ അഭിപ്രായം പിന്നീട് മാറ്റിപ്പറയേണ്ടി വരിക, ഒരിക്കൽ സ്വീകരിച്ച നിലപാടിൻ്റെ എതിർ നിലപാട് സ്വീകരിക്കേണ്ടി വരിക തുടങ്ങിയ സാഹചര്യങ്ങളെ ന്യായീകരിക്കുന്നതിനുള്ള പ്രയോഗമാണ് അഭിപ്രായം ഇരുമ്പുലക്കിയല്ല. സാഹചര്യമനുസരിച്ച് അഭിപ്രായം മാറ്റാം എന്ന അർത്ഥത്തിൽ അഭിപ്രായം ഇരുമ്പുലക്കിയല്ല എന്ന് പറഞ്ഞത് CV കുഞ്ഞിരാമൻ. മാലതി കേശവം നാടകം രചിച്ചതാര്? CV കുഞ്ഞിരാമൻ. കഥ, കവിത, ചരിത്രം എന്നിങ്ങനെ 30-ലേറെ കൃതികളുടെ കർത്താവായ CV കുഞ്ഞിരാമൻ്റെ നാടകമാണ് മാലതി കേശവം. മാലതി കേശവം CV കുഞ്ഞിരാമൻ്റെ നാടകം. അടുത്തത് മികച്ച പത്രപ്രവർത്തകനും സാമൂഹ്യ പരിഷ്കർത്താവുമായ C കൃഷ്ണൻ. മിതവാദി എന്നറിയപ്പെടുന്ന പത്രാധിപർ ആര്? മിതവാദി പത്രത്തിൻ്റെ സ്ഥാപകനും പത്രാധിപരും ആര്? ഇവ രണ്ടും മുൻകാല PSC ചോദ്യങ്ങളാണ്. 1913 കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച മിതവാദി പത്രത്തിൻ്റെ സ്ഥാപകനും പത്രാധിപരും C കൃഷ്ണൻ. മിതവാദി എന്നറിയപ്പെടുന്ന പത്രാധിപർ C കൃഷ്ണൻ. ഓർക്കുക, C കൃഷ്ണൻ മിതവാദി ആരംഭിച്ച വർഷം 1913, പ്രസിദ്ധീകരിച്ച സ്ഥലം കോഴിക്കോട്. 1907 തലശ്ശേരിയിൽ നിന്ന് പുറത്തിറക്കിയ മിതവാദി പത്രത്തിൻ്റെ പത്രാധിപർ ആര്? 1907 തലശ്ശേരിയിൽ നിന്ന് മിതവാദി പുറത്തിറക്കിയത് മൂർക്കോത്ത് കുമാരൻ. 1913 കോഴിക്കോട്ട് നിന്ന് മിതവാദി പുറത്തിറക്കിയത് C കൃഷ്ണൻ. മിതവാദിയുടെ ആദ്യ പത്രാധിപർ ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം മൂർക്കോത്ത് കുമാരൻ. മിതവാദിയുടെ ആദ്യ പത്രാധിപർ മൂർക്കോത്ത് കുമാരൻ. തലശ്ശേരിയിൽ നിന്ന് മൂർക്കോത്ത് കുമാരൻ മിതവാദി പുറത്തിറക്കിയ വർഷം 1907. മിതവാദി പത്രം വിലയ്ക്ക് വാങ്ങി 1913 കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചത് C കൃഷ്ണൻ. മിതവാദി പത്രത്തിൻ്റെ സ്ഥാപകനും പത്രാധിപരും ആര് എന്ന് വർഷങ്ങൾ സൂചിപ്പിക്കാതെ പൊതുവായി ചോദിക്കുമ്പോൾ PSC നൽകുന്ന ഉത്തരം C കൃഷ്ണൻ എന്നാണ്. മിതവാദി പത്രത്തിൻ്റെ സ്ഥാപകനും പത്രാധിപരും ആര് എന്നതിന് PSC നൽകുന്ന ഉത്തരം C കൃഷ്ണൻ. മലബാറിലെ ഏത് പത്രമാണ് തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത്? തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം മിതവാദി. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത് എന്ന് ചോദിച്ചാലും മിതവാദി. തീയരുടെ ബൈബിൾ, സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നൊക്കെ അറിയപ്പെടുന്ന പത്രം മിതവാദി. കുമാരനാശാൻ്റെ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് പത്രത്തിലാണ്? വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് 1907 ഡിസംബറിൽ മിതവാദി പത്രത്തിലാണ്. തലശ്ശേരിയിൽ നിന്ന് മൂർക്കോത്ത് കുമാരൻ പ്രസിദ്ധീകരിച്ചിരുന്ന മിതവാദി മാസികയിൽ ഒരു വീണപൂവ് എന്ന തലക്കെട്ടിലാണ് കുമാരനാശാൻ്റെ കവിത പ്രസിദ്ധീകരിക്കപ്പെട്ടത്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണയുക്തമായ നോവലായ ഇന്ദുലേഖയുടെ കർത്താവ് O ചന്തുമേനോൻ്റെ ജീവചരിത്രം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏതു പത്രത്തിലാണ്?
മിതവാദി. ഒ ചന്തുമേനോൻ്റെ ജീവചരിത്രം ആദ്യം പ്രസിദ്ധീകരിച്ച പത്രം മിതവാദി. തളിനിരത്ത് സമരത്തിന് നേതൃത്വം നൽകിയതാര്? തളിനിരത്ത് സമരത്തിൻ്റെ നേതാവ് സി കൃഷ്ണൻ. കോഴിക്കോട് തളിക്ഷേത്ര റോഡിൽ അവർണർ പ്രവേശിക്കരുതെന്ന് 1917 സാമൂതിരി രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചതിനെ തുടർന്നുണ്ടായതാണ് തളിനിരത്ത് സമരം. തളിനിരത്ത് സമരത്തിന് നേതൃത്വം നൽകിയത് സി കൃഷ്ണൻ. ബാലപ്രബോധിനി സംസ്കൃത പാഠശാല സ്ഥാപിച്ചതാര്? സി കൃഷ്ണൻ സ്ഥാപിച്ചതാണ് ബാലപ്രബോധിനി സംസ്കൃത പാഠശാല. ബാലപ്രബോധിനി സംസ്കൃത പാഠശാലയുടെ സ്ഥാപകൻ സി കൃഷ്ണൻ. കോഴിക്കോട് മഹാബോധി ബുദ്ധമിഷൻ സ്ഥാപിച്ചതാര്? മഹാബോധി ബുദ്ധമിഷൻ സ്ഥാപിച്ചത് സി കൃഷ്ണൻ. ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത സി കൃഷ്ണൻ ഈഴവരെ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള പ്രചാരണത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ചതാണ് മഹാബോധി ബുദ്ധമിഷൻ. മഹാബോധി ബുദ്ധമിഷൻ സ്ഥാപിച്ചത് സി കൃഷ്ണൻ.